ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും പ്രത്യേകിച്ച് ജില്ലാ കളക്ടറും ഇതിടപെട്ട് ഇത്തരത്തിൽ അകാരണമായി കൊടുത്തിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ കേസ് വരെ എടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് മുഴുവൻ ഇവിടെ നടക്കും. ഇത് വോട്ട് ചോരിയുടെ കേരള പതിപ്പായി മാറ്റാൻ BJP ശ്രമിക്കുന്നു. അത് CPM ഭരിക്കുന്ന കേരളത്തിൽ അത് നടന്നാൽ CPMുമായുള്ള അന്തർധാരയിലൂടെ മാത്രമാണ് എന്ന് നമുക്ക് എത്തേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് BLOയുടെ മകനെ തന്നെയാണ് നീക്കം ചെയ്യാൻ കൊടുത്തത്. അവർ കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് BLOമാർ വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത് അതുവഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, ഇത് നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിൻ്റെ പരിധിയിലാണ്. അത് തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ 6 ബൂത്തുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമായും ഇതൊരു ഡയറക്ഷൻ്റെ ഭാഗമാണ്. കാരണം എല്ലാ ബൂത്തുകളിലും സമാനമായ രീതിയിൽ ബൾക്കായി ഇത്രയും കൂട്ടമായി BJP കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ പലരും ഇത് വിവാദമായപ്പോൾ വാങ്ങാതിരുന്നത് കൊണ്ടാണ് ആ ഭാഗങ്ങളിൽ ഇത് നിശ്ചലമായത്. ഈ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് വില്ലേജ് ഓഫീസർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇത്ര അപേക്ഷയുണ്ടോ? ഇത് കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ BLAമാർ. ഇപ്പോൾ ഈ ബൂത്തുകളുടെ ഡീലിമിറ്റേഷൻ നടന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും BLAമാരെ അപ്പോയിൻമെൻറ്റ് നടക്കാത്തത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് നേരിട്ടിട്ട് ബന്ധപ്പെടാം എന്നുള്ളത് കൊണ്ട് BJPയുടെ പാർട്ടി ഭാരവാഹികളും ഇതിൽ ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ആരാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കും. അത്തരത്തിൽ ഒരു അപേക്ഷയിൽ 1 or 2 തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ പേരുകളും സ്ഥലത്തുള്ളവരായി മാറുക, മരണപ്പെടാത്തവർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വോട്ട് ചോരിയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ മറ്റൊരു പതിപ്പ് കേരള പതിപ്പായി മാറ്റാൻ BJP തന്ത്രമൊരുക്കിയിരിക്കുകയാണ്. ഇത് തടയിട്ടില്ലെങ്കിൽ കേരളത്തിലാകമാനം ഈ സംവിധാനം വന്നാൽ അനേകായിരങ്ങളുടെ അർഹരായവരുടെ വോട്ടുകളാണ് വെട്ടിപ്പോകുക. അല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. ഇവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം ഹിയറിംഗ് വേണമെന്നാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത എത്രയോ പേരെ മാറ്റി. എവിടെയാണ് ഹിയറിംഗ് നടന്നത്? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. ഒരു സ്ഥലത്ത് പോലും ഇപ്പോൾ ഈ AST ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആബ്സെൻ്റ്, ഷിഫ്റ്റ്, ഡെപ്ത് ആരെയാണ് ഹിയർ ചെയ്തിട്ടുള്ളത്? ഒരു സ്ഥലത്ത് പോലും ഹിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപേക്ഷ കൊടുക്കുന്നത് അനുസരിച്ച് BLOമാരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അത് BJP ഇല്ല, ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. അതല്ലേ, അതാണ് പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അല്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡിംഗ് ഓർഡേഴ്സോ മറ്റോ എന്തെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെയത് ചെയ്യുന്നത്? അത് മറ്റേ നോ മാപ്പിങ്ങിലും അതുപോലെ തന്നെ ലോജിക്കൽ ഡിസ്ക്രിപ്റ്റൻസി എന്ന് പറയുന്ന 2 ലിസ്റ്റുണ്ട്. ആ 2 ലിസ്റ്റിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായും ഫോം നമ്പർ 7-ൽ ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും, അതായത് ന്യൂലി എൻറോൾഡ് വോട്ടർമാർ, പ്രവാസി വോട്ടർമാർ, ഫോം നമ്പർ 7 എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ അകാരണമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യാനാണ്. അത് ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രോസസ്സ് ഹിയറിംഗ് ആണ്. ആ ഹിയറിംഗ് നടക്കാതെയാണ് ഇത്രയും ഈ AST ലിസ്റ്റ് നീക്കിയത്. അല്ല, ഇപ്പം നടക്കുന്നത് ഇത് ഹിയറിങ്ങിന് ഇപ്പോഴും നോട്ടീസ് കൊടുത്തിട്ടില്ല. അത് നടക്കുന്നുണ്ട്. ഇത് അതിൽപ്പെട്ടതല്ല. ഇത് ഫോം നമ്പർ 7 ആണ്. ഇത് നീക്കം ചെയ്യാനാണ്. മറ്റത് SIRൻ്റെ എന്യൂമറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഡിഫക്ട്സുകൾ, അതും മിസ്മാച്ചിങ് ആയിട്ടുള്ളതും പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്ന നോ മാപ്പിങ്ങിലും അതുപോലെ തന്നെ ലോജിക്കൽ ഡിസ്ക്രിപ്റ്റൻസി എന്ന് പറയുന്ന ലിസ്റ്റിൽപ്പെട്ടത്. അതല്ല. ഇത് ഫോം നമ്പർ 7 പ്രകാരം ഒരു വ്യക്തി അവിടെ താമസമില്ലാത്ത ആൾ അല്ലെങ്കിൽ മരണപ്പെട്ട ആൾ അദ്ദേഹം ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ
ആ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യാൻ ആക്ഷേപം ഉന്നയിക്കുന്ന ഫോമാണ് ഫോം നമ്പർ 7. അതിലാണ് ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. അല്ല, അങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് തെളിവായതാണ് ഞാൻ പറഞ്ഞത്. അതെ, BLOമാരെ അന്വേഷിച്ചതിൽ നിന്നും അവിടെ മനസ്സിലായത് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നു, അവിടെയുണ്ട്, ആ വോട്ടർ പട്ടികയിൽ ആ ബൂത്തിൽ വോട്ട് ലഭിക്കാൻ അർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ വില്ലേജ് ഓഫീസർ ബഹുമാനപ്പെട്ട EROന് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം ഫലപ്രദമായി അന്വേഷിച്ചില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷ, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം. ആ അപേക്ഷയെക്കുറിച്ച് കാര്യക്ഷമമായ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും ഇതിൽ കള്ളത്തരം ചെയ്യും.